ജയിൽ നോമിനേഷൻ ചെയ്യാനായിട്ട് ഇപ്പം വന്നിരിക്കുന്നത് നമ്മുടെ സാബുമാനാണ്. അനിമോള് സാബുമാൻ്റെ പേര് പറഞ്ഞതിൻ്റെ അതേ വൈരാഗ്യത്തിൽ അത് നെവിനും അനിമോളും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വഴക്കിൻ്റെ ആ ഒരു പയറ് വിളമ്പിയ വഴക്ക് സാബുമാൻ കാരണമാണ് ഉണ്ടായതെന്ന് അനിമോൾ പറഞ്ഞതിൻ്റെ ആ വൈരാഗ്യത്തിൽ സാബുമാൻ ഇപ്പോൾ എക്സ്പോസ് ആയിരിക്കുകയാണ്. കാരണം സാബുമാൻ ഇന്നേ വരെ ഒരാളും പറയാത്ത കണക്കുള്ള വർത്താനമാണ് നോമിനേഷനിൽ പറഞ്ഞിരിക്കുന്നത്. നെവിനോ അല്ലെന്നുണ്ടെങ്കിൽ അക്ബറോ ഒക്കെ പറയുന്നത് ഒരു ടാസ്കിനകത്ത് നടക്കുന്ന അടിയും വഴക്കും നടക്കുന്ന സമയത്ത് അവർ പറയും. പക്ഷേ നോമിനേഷനിൽ സംസാരിച്ച് കഴിയുമ്പം ഇത്രമാത്രം ഇത് പറയുന്നത് വേറെ ആരും കാണത്തില്ല. അനിമോൾ കള്ളിയാണെന്നും മാലാക ചമഞ്ഞ് നടക്കുകയാണെന്നും ഇവൾ പിന്നിൽ നിന്ന് കുത്തുവെന്നും ഇവൾക്ക് സ്ട്രോങ് PR ആണുള്ളത്. അതുകൊണ്ട് പ്രേക്ഷകരെ ഇവളുടെ നാടകത്തിനകത്തൊന്നും നിങ്ങൾ വീടരുത്. ഇവളെ മാക്സിമം ഇവളെ ഔട്ടാവാനുള്ള ഇത് നിങ്ങൾ ചെയ്യണമെന്നൊക്കെ പറയുകയാണ് സാബുമാൻ ഇത് പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടുകൊണ്ടിരിക്കുന്നത് മൊത്തം ഷാനവാസാണ്. ഷാനവാസ് അവിടെ ഇരുന്നുകൊണ്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നീ പതുക്കെ പറ, നീ സമാധാനമായിട്ട് പറയാനുള്ളത് മൊത്തവും പറഞ്ഞിട്ട് നീ പോയാൽ മതി എന്നൊക്കെ അക്ബറും പറയുന്നുണ്ടായിരുന്നു. അന്നേരം സാബുമാൻ പറയുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്, അക്ബർ പിന്നീന്ന് കുത്തുമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത് അതൊന്നുമല്ല എന്ന് പറഞ്ഞപ്പോഴത്തേന് അക്ബർ പറയുകയാണ് സാബുമാനോട്, ആ പറഞ്ഞത് ഒന്നുകൂടെ പറയാൻ വ്യക്തമായിട്ട് കേട്ടില്ല. അപ്പോൾ സാബുമാൻ വീണ്ടും പറയുന്നു, പിന്നിൽ നിന്ന് കുത്തുന്ന പേര് കേട്ടിരിക്കുന്നത് അക്ബറിനാണ്. അപ്പോൾ അക്ബറിനെക്കാട്ടി അതുക്കും മേലെയാണ് അനിമോൾ അത്രയും പിന്നിൽ നിന്ന് കുത്തും. ഇവൾ സ്നേഹം നടിച്ച് എല്ലാവരുടെയും പുറകെ നടക്കും, എന്നിട്ട് അവരെ ചതിക്കും. ഇവൾ ഭയങ്കര ഡ്രാമയാണ്, കള്ളിയാണ്. ഇങ്ങനെ പറയുമ്പോഴെല്ലാം അനിമോൾ ചോദിക്കുന്നുണ്ട്, ഒരാളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇങ്ങനെയാണോ പറയുന്നത്, നീ ഭയങ്കര കള്ളിയാന്ന് പറഞ്ഞപ്പോൾ അനിമോൾ പറഞ്ഞിട്ട് നീ ആ കള്ളനെന്ന് പറയുന്നുണ്ട്. അവന് മേക്കപ്പ് ഇട്ട് കൊടുക്കാത്തതിൻ്റെ വൈരാഗ്യം അവൻ എൻ്റെ അടുത്തുണ്ട്. അതേപോലെ അവൻ ആ പയർ ചോദിച്ചതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് അവന് ഇഷ്ടപ്പെട്ടില്ലെന്നും അനിമോൾ വീണ്ടും അവിടെ നിന്നോട് പറയുന്നുണ്ട്. ഇവളോട് മിണ്ടായിരിക്കാൻ പറയും, ഇവളോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഡ്രാമ ഇറക്കുന്നുണ്ട് സാബുമാന. ഒരു ഇച്ചിരി പോലും മാന്യത ഇല്ലെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ആ പയറിൻ്റെ ആ ഒരു കേസ്. അന്ന് അവിടെ നടന്ന വിളമ്പുന്നതിനകത്തുള്ളൊരു പ്രശ്നം ഫുള്ള് കണ്ടസ്റ്റൻറ്റുകൾ മൊത്തത്തിൽ കിടന്ന് ബഹളം വെച്ചതുകൊണ്ട് എന്തുവാണെന്ന് പബ്ലിക്കിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ടത് മനസ്സിലായില്ല. അനിമോളുടെ ഭാഗത്തെ തെറ്റാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ പ്രശ്നം ഉണ്ടാക്കിയത് തന്നെ സാബുമാനാണെന്ന് ഇപ്പം നെവിൻ പബ്ലിക്കലി പറഞ്ഞിരിക്കുകയാണ്. ഈ സാബുമാൻ എന്നിട്ട് അവർ 2 പേര് പറഞ്ഞു പോയതിന് ശേഷമാണ് നോമിനേഷൻ ചെയ്യാൻ വരുന്നത് തന്നെ. എന്നിട്ടും ആ വിളമ്പുന്നതിനും ആ കുറഞ്ഞു പോയതിൻ്റെയും ആ കണക്ക് പറയുകയാണ്. വെറും തരം താഴ്ന്ന വർത്താനമാണ് ഈ സാബുവിൻ്റെ വായിൽ നിന്ന് വീഴുന്നത്. അനിമോളുടെ കണ്ണീര് കള്ളക്കരച്ചിലും ഒന്നും കണ്ട് നിങ്ങളാരും പ്രേക്ഷകരെ ഇവരുടെ ചതിയിൽ വീടരുത്. ഏതെങ്കിലും നല്ല കണ്ടസ്റ്റൻറ്റുകളാണ് മുന്നോട്ട് വരേണ്ടത്, അല്ലാതെ ഇവളല്ല, ഇവളെപ്പോലുള്ള കള്ളികളല്ല. എൻ്റെ ദൈവമേ, എന്തൊക്കെയാ ഒരു ചെറുക്കം പറയുന്നത് ഇങ്ങനെ. നെവിനൊക്കെ നമ്മൾ പറയാം ഒരു വഴക്കുണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അക്ബറും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് അവർക്കിരുന്ന് ചിരിക്കാൻ പാകത്തിൽ സാബുമാൻ പറഞ്ഞപ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. ഈ ഷാനവാസൊക്കെ ഇത്ര വൃത്തികെട്ട മൈൻഡുമായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. ചിരിച്ചുകൊണ്ട് കഴുത്തറുത്തിയത് ഷാനവാസ് കേട്ടോ. ഷാനവാസ് ഇവനെ ട്രെയിൻ ചെയ്തതാണെന്ന് നമുക്കിപ്പം ഡൗട്ട് തോന്നുന്നുണ്ട്. കാരണം 2 ദിവസം കൊണ്ട് സാബുമാനെയും കൊണ്ട് നടന്നത് ഷാനവാസാണ്. സാബുമാൻ മുന്നേയും നോമിനേഷനിൽ സംസാരിച്ചത് ഷാനവാസിൻ്റെ ക്ലാസ് എടുപ്പിലൂടെയാണെന്ന് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവർ ലൈവിൽ അത് പറയുന്നുണ്ടായിരുന്നു. ഷാനവാസ് പറഞ്ഞു, നിന്നെ ഇതുപോലെ നോമിനേഷനിൽ സംസാരിക്കാൻ പ്രാപ്തനാക്കിയത് ഞാനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. സാബുമാനെ വെച്ചുള്ള ഒരു കളിയാണ് ഇപ്പം ഷാനവാസ് എന്ന് വെച്ചാൽ അനിമോൾ മുന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അനിമോളെയൊക്കെ എങ്ങനെയെങ്കിലും നെഗറ്റീവാക്കി മുന്നേ കയറാമെന്നുള്ള ധാരണയിലായിരിക്കും ഷാനവാസ് ഈ കളിയൊക്കെ കളിക്കുന്നത്. അക്ബറും അനിമോളെയൊക്കെ സാബുമാൻ്റെ അടുത്ത് നമ്മളെ എല്ലാ പാട്ടും കാണിക്കത്തില്ല. 2-3 മണിക്കൂറൊന്നും അല്ലല്ലോ, ഒരു ദിവസത്തിൻ്റെ അധിക സമയവും സാബുമാനെ കൊണ്ട് നടന്നത് ഇന്നലെ ഷാനവാസിൻ്റെ ഫാൻസുകാർ വന്നിട്ട് ഇപ്പോൾ അതും ഇതും പറയായിരിക്കും. അവിടെ നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾ കാണുക. കാരണം ലൈവിൽ സാബുമാൻ സംസാരിക്കുമ്പം അനിമോളോട് വ്യക്തി വിരോധമുള്ള നെവിനോ അക്ബറോ മിണ്ടാതെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. സാബു പറയുന്നത് കേട്ട് ചിരിക്കുകയാണ്. പക്ഷേ സാബു പറയുന്ന കാര്യങ്ങൾ ഷാനവാസ് പറഞ്ഞിട്ടായിരിക്കണം ആ 2 കൈയും മണ്ടയ്ക്കോട്ട് പൊക്കിയിട്ട് പറഞ്ഞു കൊടുത്തത്. ഇത്രയും അവൻ കറക്റ്റായിട്ട് പറഞ്ഞു എന്നുള്ള ആക്ഷൻസ് മൊത്തം ഇടുന്നത് ഷാനവാസാണ്. ഷാനവാസിൻ്റെ ആക്ഷൻ കണ്ടിട്ട് നമ്മുടെ 100 അടുത്തിരുന്നിട്ട് ആ പില്ലോ എടുത്ത് അടിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് കാണണം സത്യം പറഞ്ഞാൽ.